ഇപ്പോൾ നാദാപുരത്ത് ജയിച്ച അഭിജിത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആ വീഡിയോ താങ്കൾ കണ്ടു കാണും. ജനങ്ങൾ പൊതു ഇടങ്ങളിൽ വെച്ച് ചോദിക്കുന്നു, വിശദീകരിക്കേണ്ടി വരുന്നു, അങ്ങനെ പിന്തുണച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നു, ആണെന്ന് എന്താണ് ഡോക്യുമെൻ്റ് ആണെന്നോ മറ്റോ ഒക്കെ പറയേണ്ടി വരുന്ന നിലയുണ്ടാകുന്നു. അത് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതുപോലെ PC വിഷ്ണുനാഥ് നേരത്തെ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ പറയേണ്ടി വരികയാണ് അത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഏതാണ്ട് ഇപ്പോൾ ബോധ്യമായി എന്നാണ് അതിൻ്റെ ബാക്കി ഭാഗം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞല്ലേ, മര്യാദയ്ക്ക് വിജയാഹ്ലാദ പ്രകടനം പോലും പലയിടങ്ങളിലും നടത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച ഉണ്ടായിട്ടില്ല. പ്രശ്നം എന്തുകൊണ്ടാണ്? ഈ പറയുന്ന MLA-മാർ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കണ്ടേ? പക്ഷെ ഇതൊന്നും സംഭവിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ബ്ലോക്കല്ലേ ശ്രീ ജയചന്ദ്രൻ? അങ്ങനെ അവർ ഈ ഇത്തരം സംഭവങ്ങൾ ഈ ഒരു ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വരുമ്പോഴാണ് ചില തർക്കങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കേണ്ടി വരുന്നത്. ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടി MLA ആയിരിക്കുമ്പോൾ, വേങ്ങര MLA ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് MP ആയിട്ട് മത്സരിച്ചത്? എങ്ങനെയാണ്? എന്തായിരുന്നു രാഷ്ട്രീയ സാഹചര്യം പൊടുന്നനെ ഉണ്ടായത്? അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം MP ആയിട്ടിരിക്കുമ്പം തന്നെ തിരിച്ച് MLA ആയിട്ട് മത്സരിച്ചത് എങ്ങനെയായിരുന്നു? അപ്പോൾ കേരള രാഷ്ട്രീയം ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നേ. ആ ലീഗ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് അത് വേണ്ട കോൺഗ്രസിൽ എന്നാണ്. അതെ, അതാ ഞാൻ പറഞ്ഞേ. ഓക്കെ, ഞാനതാ പറഞ്ഞത്. അങ്ങനെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് അവരൊറ്റയ്ക്കാണ്.